ഞാനൊരു തെങ്ങ് കയറ്റ തൊഴിലാളിയാണ്. ശരിക്കും ഞാനൊരു ഡ്രൈവറായിരുന്നു. ഫസ്റ്റ് ഘട്ടത്തിൽ ഞാൻ തൂമ്പ കയറ്റ പണിക്ക് ഇറങ്ങി. എന്നിരുന്നാലും നാട്ടിൽ ഭയങ്കര സ്വീകരണമായിരുന്നു. എനിക്ക് എല്ലാവരും ജോലിയൊക്കെ തന്നിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സംസ്ഥാനം നാളികേര വികസന വകുപ്പ് തന്നെ തെങ്ങേറ്റം പരിശീലിപ്പിക്കുന്നു. ഞാനപ്പോൾ തെങ്ങേറ്റത്തിന് പോവാണ്. അതിനിടയിലാണ് ഈ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് 2010 കഴിഞ്ഞെങ്കിലും അതിന് ശേഷമാണ് തെങ്ങേറ്റം പഠിക്കാൻ പോണേ. അപ്പോൾ വീട്ടിൽ പറഞ്ഞപ്പോൾ തന്നെ അമ്മയ്ക്ക് എതിർപ്പുണ്ടായി. എല്ലാവരും എതിർത്തു. അമ്മ പറഞ്ഞു, ഇനി തെങ്ങുമേന്ന് വീണ് ചാവാറ യോഗങ്ങ ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ ആവട്ടെ. അപ്പോൾ എതിർപ്പുണ്ടായെങ്കിൽ ഇതപ്പോൾ കാണിച്ച് ഞാൻ തെങ്ങേറ്റം പഠിക്കാൻ പോയി. അപ്പോൾ പഠിക്കാൻ പോയി വന്ന് ഫസ്റ്റ് ദിവസം പഠിക്കാൻ വന്ന് ഇവിടെ ഫസ്റ്റ് ദിവസം സൈക്കിളിൽ വെച്ച് കെട്ടി ഇറങ്ങി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 930 രൂപയ്ക്ക് ഫസ്റ്റ് പണിതു. വീട്ടിലോടൊന്ന് എല്ലാവരും കാണുമ്പോൾ പൈസ അങ്ങനെ കവറിൽ കുടഞ്ഞിട്ടപ്പോൾ അപ്പനും അമ്മയ്ക്ക് അത്ഭുതപ്പെട്ടു. ഇത് തരക്കേടില്ലല്ല. അങ്ങനെ അന്ന് തുടങ്ങി തെങ്ങേറ്റത്തിന് പോയി. അങ്ങനെ നാട്ടിൽ എല്ലാവരും എന്നെ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ പണിക്ക് ഇറങ്ങിയപ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ട്. എന്താ വെച്ചാൽ പരമ്പരാഗതമായി കയറിയിരുന്ന പലരും എന്നെ എതിർത്തിരുന്നു. എന്നിരുന്നാലും അത് അവഗണിച്ച് ഞാൻ തെങ്ങേറ്റം തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ജോലിയായിരുന്നു ജോലി. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, തൂമ്പപ്പണി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പണിയാണ്. കൃഷിയായി ബന്ധപ്പെട്ട് പാടത്തെ ആൾക്കാർ വരമ്പ് വിളിച്ചാൽ അതിന് പോവും. അങ്ങനെ തുടങ്ങി പറമ്പുകൾ, ജാതിപ്പറമ്പ്, അതൊക്കെ ഇഷ്ടംപോലെ പണിയാണ്. പണിക്ക് എനിക്കൊരു പോരായ്മ ഉണ്ടായില്ല. അധ്വാനിച്ച് നല്ല പറയാൻ ഞാൻ നടന്നിരുന്നു. വിവാഹം കഴിഞ്ഞ് ഒരു കുട്ടിയായി. മൂത്ത മകൻ ആൻ്റണി, അവനെ പ്രസവിച്ച് ആ സമയത്താണ്, രണ്ടാമത്തെ ഗർഭിണി ആയിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ തെങ്ങേറ്റം പഠിക്കാൻ പോകണം. അപ്പം ആ സമയത്ത് തന്നെ എൻ്റെ മനസ്സിലുണ്ടായി, ഈ 700 രൂപയ്ക്ക് കുടുംബം, അന്ന് ഞാൻ തറവാട്ടിലാണ് താമസിച്ചിരുന്നത്. അപ്പനമ്മ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ. അപ്പോൾ പ്രസവം വന്നപ്പോൾ തന്നെ ഇവരുടെ കുടുംബം, അതായത് എൻ്റെ ഭാര്യ വീട് ഒരു പാവപ്പെട്ട കുടുംബമാണ്. ഞാൻ പാവപ്പെട്ട കുടുംബത്തിൽ കല്യാണം കഴിച്ചപ്പോൾ അവിടെ നിന്നുള്ള സാമ്പത്തികമായ സഹായമൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അന്ന് തന്നെ ആശുപത്രി ചിലവും കാര്യങ്ങളും വരുമ്പോൾ ഞാൻ ആലോചിക്കും, ദൈവമേ ഇതെങ്ങനെ അടുത്ത കുട്ടികളുണ്ടാകുമ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകും. അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോഴാണ് തെങ്ങേറ്റം പഠിച്ചപ്പോൾ ദൈവം നമ്മളെ അത് തന്നെ എനിക്കൊരു അനുഗ്രഹമായി മാറി. എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് എനിക്ക് അന്നൊരു ബുദ്ധിമുട്ട് അങ്ങനെ ഉണ്ടായില്ല. കൂടുതൽ സമ്പാദിച്ചില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു തടസ്സം വരാത്ത വിധത്തിൽ എല്ലാം ദൈവം നടത്തി തന്നിരുന്നു. അത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് സാമ്പത്തിക മേഖലയിൽ അങ്ങനെ അന്നൊന്നും എനിക്ക് പ്രശ്നം ഉണ്ടായില്ല. അങ്ങനെ 1 കുഞ്ഞായി, 2 കുഞ്ഞായി, 3 കുഞ്ഞായി, 4 കുഞ്ഞായി. ഈ 4 പ്രസവത്തിനും ആശുപത്രി ചിലവായാലും മറ്റുള്ള കാര്യങ്ങളായാലും ഞാൻ തന്നെയാണ് അത് ചെയ്തിരുന്നത്. എന്താ വെച്ചാൽ പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു സാധു കുടുംബത്തിന് ഞാൻ കല്യാണം കഴിച്ചതാണ്. അപ്പോൾ അത് ഈ വെല്ലുവിളിയെല്ലാം ഉണ്ടായെങ്കിലും ഞാൻ ദൈവം എന്നെ അതിലെല്ലാം എന്നെ കൈപിടിച്ച് എൻ്റെ കൂടെ തന്നെ നടത്തിയിരുന്നു. 1.5 മണിക്കൂറാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അതിൽ ഫസ്റ്റത്തെ പാട്ടെന്ന് പറയുന്നത് ഞങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കാണ് കൂടുതലായിട്ട് പ്രാർത്ഥന. അതിന് നേതൃത്വം വഹിക്കുന്നത് ചേട്ടനാണ്. ചേട്ടൻ ചൊല്ലി കൊടുക്കും. പിന്നെ അവർക്കറിയാം മധ്യസ്ഥ പ്രാർത്ഥന അവർ ചെറുപ്പം മുതലേ പഠിക്കണമെന്നാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൽ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ലോകം മുഴുവനുള്ളവർക്ക്, പിന്നെ സിസ്റ്റേഴ്സിന്, അച്ഛന്മാർക്ക്, സ്കൂളിന്, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക്, മദ്യപാനത്തിനുമൊക്കെ അങ്ങനെ ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടവർക്ക്, മരിച്ചുപോയവർക്ക്, അങ്ങനെ കുറേ പിന്നെ ധ്യാന കേന്ദ്രങ്ങൾക്ക്, ലഘുമയ്ക്ക് എല്ലായിടത്തും വേണ്ടി പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കൊന്തയിലേക്ക് കുടുംബ ജപമാലയിലേക്ക് കിടക്കണത്. അതിൽ ഓരോ രഹസ്യം ഓരോരുത്തർ ചൊല്ലിയിരിക്കും. അത് നിർബന്ധമുള്ള കാര്യമാണ്. പിന്നെ അത് അങ്ങനെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണേ. പിന്നെ കുർബാനയ്ക്ക് പോകാന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോകാൻ പറ്റിയില്ലെങ്കിൽ ഇതുപോലെ തന്നെ ഞങ്ങൾ വൈകുന്നേരം 7 മണിക്ക് എവിടെയാണോ കുർബാനയുള്ളത് അവിടെ ഞങ്ങൾ പോകും. അപ്പോൾ പ്രാർത്ഥനയ്ക്കാണ് ഞങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകണത്. ഇപ്പോൾ 2 പേരെ കുർബാന സ്വീകരണം കഴിഞ്ഞു. അവർ രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിപ്പിച്ചിരിക്കും. അത് ഞങ്ങൾ ഫാമിലി ആയിട്ട് പോയിട്ട് ഞങ്ങൾ 4 ആളും കുമ്പസാരിക്കും. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിച്ചിരിക്കും. അല്ലെങ്കിൽ അവർ പറയും, അപ്പ കുമ്പസാരിക്കണ സമയമായിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞിരിക്കും. അങ്ങനെയാണ് ഞങ്ങൾ കൊണ്ടുപോകണത്. അത് മതബോധനം ഞങ്ങൾ കുടുംബത്തിൽ പ്രാർത്ഥനയോടൊപ്പം ഞങ്ങൾ അവർക്ക് പരിശീലിപ്പിക്കും. അത് ഞങ്ങൾ വളരെ കറക്റ്റ് ചെയ്ത് പോണ കാര്യമാണ്. അവർ ഒരുമിച്ചായിരുന്ന് ഞങ്ങൾ ഒരു ബൈബിൾ വചനം പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ വചനം വായിക്കുന്നുണ്ടെങ്കിൽ അത് മക്കൾക്ക് വീട്ടിൽ നിന്ന് തന്നെ അതിൻ്റേതായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അത് നമ്മൾ പോകുന്ന മേഖലയിൽ എങ്ങനെയാണ്, അതിനെപ്പറ്റി ഇപ്പോൾ ഒരു ഉപമ പറയണമെങ്കിൽ അതെങ്ങനെയാണ് മക്കൾ അത് ചെയ്യുന്നത്, അതൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ അത് നമ്മൾ പ്രാർത്ഥനയുടെ സമയത്ത് തന്നെയാണ് നമ്മൾ അതവർക്ക് പരിശീലനം കൊടുക്കണത്. വൈകുന്നേരം പ്രാർത്ഥന ഭയങ്കര പ്രാധാന്യമുണ്ട്. പ്രാർത്ഥനയുടെ സമയത്ത് നീ ഇത് പറഞ്ഞ പോലെ 1.5 മണിക്കൂർ പ്രാർത്ഥനയിൽ ഞങ്ങൾ
ഫസ്റ്റ് തന്നെ ഞങ്ങൾ പ്രാർത്ഥനയുടെ എന്ന് വെച്ചാൽ അന്നത്തെ ദിവസം ഞങ്ങൾ ചെയ്ത പാപങ്ങൾ ഞങ്ങൾ കുടുംബം അടക്കം തന്നെ കുത്തിരുന്നിട്ട് ഞങ്ങൾ വിചിന്തനം ചെയ്യും. ഞാൻ നീതിനും ഒരുമിച്ചിരിക്കുമ്പോൾ ഈശോയോട് പറയും, ദൈവമേ ഇന്നത്തെ ദിവസം ഞാൻ എൻ്റെ ജീവിത പങ്കാളി നീതിനോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ. അങ്ങനെ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമ ചോദിക്കും. കുട്ടികളോടും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് പബ്ലിക്കായിട്ട് ഞങ്ങൾ മാപ്പ് ചോദിക്കും. അത് ഞങ്ങളുടെ മക്കൾക്കും അതൊരു ആത്മീയതയിൽ വളരെ സന്തോഷമാണ് അതാണ് അവർക്ക്.